സാറിനെ ഒന്ന് കാണാൻ വന്നതാ. അടിയോടി എന്ന് പറഞ്ഞാൽ അറിയാം. മനസ്സിലായി, ഞാൻ പറയാം. ആ ദുഷ്ടൻ അമ്മാവനെയും മക്കളെയും ശരിക്കും വിഷമിപ്പിച്ചു അല്ലേ? എന്താ പോലീസുകാരന്റെ പേര്? സത്യദാസ് അതല്ലേ പേര്? ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. മാഷു അമ്മാവനെ പോലെ സാത്വികനാ, വയലൻസ് ഒന്നും പറ്റില്ല. മര്യാദക്ക് 2 ചീത്തവാക്ക് പറയാൻ പോലും കിട്ടില്ല മൂപ്പരെ. വരൂ, അകത്തോട്ടിരിക്കാം. മാഷേ, മരിച്ചുപോയവരെ കുറിച്ച് സത്യമായാൽ പോലും അപ്രിയമായത് പറയാൻ പാടില്ല എന്ന് പറയും. പക്ഷേ കഴിഞ്ഞ ദിവസം മാണിക്കുഞ്ഞിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോയെന്ന് സാറ് ചോദിച്ചപ്പോൾ ഞാൻ ഒരാളെ വിട്ടുപോയി. ശത്രു എന്ന് പറഞ്ഞുകൂടാ, വിരോധമുള്ള ആള്. ആരായാള്? നേരായ ബന്ധത്തിലല്ലാത്തൊരു മകൻ മാണിക്കുഞ്ഞിനുണ്ട്, മോനിച്ചൻ. വേലക്കാരിയാണെങ്കിലും അമ്മിണി സുന്ദരിയായിരുന്നു. മാണിക്കുഞ്ഞ് അന്ന് ചെറുപ്പം. എപ്പോഴോ നിയന്ത്രണം വിട്ട ആ ബന്ധത്തില് അമ്മിണി ഗർഭിണിയായി. വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞ് അമ്മിണി വീടിന് പുറത്ത്. അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു. അതാണ് മോനിച്ചൻ. മോനിച്ചനിപ്പോ എവിടെ ഉണ്ട്? അമ്മിണിയുടെ മരണശേഷം മോനിച്ചൊരു റേഷൻ കടയൊക്കെ തുടങ്ങി. എന്നിട്ട് മാണിക്കുഞ്ഞ് മരിക്കുന്നതിന് കുറച്ചാൾ മുമ്പ് മോനിച്ചനും മാണിക്കുഞ്ഞും പള്ളിയിൽ വെച്ച് എന്തോ 1-2 പറഞ്ഞ് വഴക്കായി. അതിന്റെ പേരിൽ മാണിക്കുഞ്ഞ് മോനിച്ചനെ ഏതോ കള്ളക്കേസ് കുടുക്കി. പോലീസുകാർ മോനിച്ചനെ കണക്കിന് തല്ലും ചെയ്തു. അന്നവൻ അതിന് പകരം ചോദിക്കുന്നു പറഞ്ഞിരുന്നു. ഈ മോനിച്ചനിപ്പോഴും നാട്ടിലുണ്ടോ? ഉണ്ട്. അയ്യോ, എന്താ അടിയോളി, പേടിച്ചോ? ഈ ഭാഗത്തൊക്കെ ഒരു തെണ്ടൽ. ആ പട്ടരെ കണ്ടിട്ടുള്ള വരവാണല്ലേ? എന്തൊക്കെ ശ്രദ്ധിച്ചു അയാളുടെ മുന്നിൽ? 2 വിട്ടിട്ട് ഇനിയും കയറി വരും തന്റെ വീട്ടില്, അന്നത്തെ പോലെ അത്താഴ സമയത്ത്. പക്ഷെ നേരം പുലർന്നിട്ട് തിരിച്ചു പോരും, ചില്ലറ ജോലിയൊക്കെ കഴിഞ്ഞിട്ട്. എന്താ വരട്ടെ? വേണ്ട, വരണ്ട. എങ്കി പറ, അയാൾ എന്തൊക്കെ ചോദിച്ചു, താൻ എന്തൊക്കെ പറഞ്ഞു? പിന്നെ പറയണോ? വണ്ടി എടുക്ക് സത്യദാസേ. അടിയോടി, നേരെ ഇന്ന് റൂറൽ എസ് പി കാണണം. എന്നിട്ട് ഞാൻ തരുന്ന ഈ നമ്പറിൽ എന്നെ വിളിക്കാൻ പറയണം. ബാക്കി കാര്യങ്ങൾ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. പേടിക്കണ്ട, ഇനി ഒരു പുഴു പോലും ആ മുറ്റത്ത് കയറില്ല. അടിയോടിയോടൊരു വാക്ക് സംസാരിക്കാൻ ധൈര്യപ്പെടില്ല. ഞാനല്ലേ പറയുന്നേ, ധൈര്യമായിട്ട് പൊക്കോളൂ. പൊക്കോളൂ. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ. മോനിച്ച, മണ്ണെണ്ണ എന്ന് വരും? നാളെ വരും തങ്കമ്മേ, അല്ലെങ്കിൽ മറ്റന്നാ. മോനിച്ച, ഒരു 15 രൂപ കുറവുണ്ട്. തങ്കമ്മേ, ഇത് തന്നെയാണല്ലോ സ്ഥിരം പല്ലവി. കഴിഞ്ഞ ആഴ്ചയും ബാക്കി വെച്ചു കേട്ടോ. തരാം മോനിച്ച. മോനിച്ച, ആരാ? നിർത്ത വേണ്ട, ഒന്നുകൂടി ശരിക്കള. എത്രാമത്തെ പ്രാവശ്യം തളപ്പീരാ തന്റെ ഒടുക്കത്തെ അളപ്പിക്കല്? എന്റെ ഒടുക്കത്തെ അളപ്പല്ല, നിന്റെ അവസാനത്തെ അളപ്പാ. നിന്റെ മുതലാളി ഉണ്ടല്ലോ, ടൈലർ മണി, അവനെ കൊണ്ടുവരും ഞാൻ അളപ്പിക്കും. ടൈലർ മണിയുടെ കടയല്ലേ ഇത്? അതെ. ആരാ മനസ്സിലായില്ല? അതൊക്കെ പറയാം. മണി എവിടെ ഉണ്ടാവും? ഓണക്കാലമല്ലേ, പല പരിപാടികളുണ്ട് മൂപ്പർക്ക്. കൃത്യം പറയാൻ പറ്റില്ല. ചിലപ്പോ പുതിയ ഷോറൂമിന്റെ പണി നടക്കുന്നുണ്ട്, അവിടെ ഉണ്ടാവും.
എവിടെയാണ് ഈ പുതിയ ഷോറൂം? കുറച്ച് മുന്നോട്ട് പോയാൽ മതി, ഇടതുവശം. കള്ള കർത്താവേ, ചെകുത്താൻ! മുതലാളി വന്ന ആരും ഒന്നും പറയണം. കള്ളൻ. കള്ളനോ? വെറും കള്ളനല്ല, പഠിച്ച കള്ളൻ. സൂക്ഷിച്ചോ, നിന്റെ മുതലാളി ഉണ്ടല്ലോ മണി, അതിനെ വരെ അടിച്ചോണ്ട് പോകാൻ. മത്തായി കാശ് എവിടെ? ആ കാശോ? ഇതാ. ഇത് ലോട്ടറി ടിക്കറ്റ് അല്ലേ? എടാ ലോട്ടറി തന്നെയാണ് കാശ്. എടാ അത് ഗുജറാത്ത് സർക്കാരിന്റെ 50 ലക്ഷത്തിന്റെ ലോട്ടറിയാണ്. നാളെ 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 കേട്ടോ. ഇതടിച്ചാലുണ്ടല്ലോ നീ മുതലാളി, മുതലാളി നിന്റെ തൊഴിലാളി. സാറിന് ഇപ്പൊ തോന്നിയ സംശയം അന്നും ചിലർക്ക് തോന്നിയിരുന്നു. സമ്പന്നന് നാട്ടിലെ പ്രമാണിമായ മാണിക്കുഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ കൊല്ലപ്പെട്ടതായി വാർത്ത വരുന്നു. ആ മനുഷ്യനോട് എനിക്ക് വിരോധമുണ്ടെന്നുള്ളത് രഹസ്യമല്ല. ന്യായമായും സംശയം എന്നിലേക്കും തിരിയും. അന്നതുണ്ടായി. അടുത്ത ദിവസത്തെ പേപ്പറുകളിൽ ആ സംശയം ന്യൂസായി വന്നു. അന്നെന്തോ തോന്നി ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചതാ. അന്ന് ക്രൈംബ്രാഞ്ചോ CBIയോ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോടൊന്നും ചോദിച്ചില്ലേ? അന്ന് ക്രൈംബ്രാഞ്ച് നേരിട്ട് ചോദിക്കാതെ നാട്ടുകാരോട് എന്നെ കുറിച്ച് ചോദിച്ചായി പലരും പറഞ്ഞു. തുടർന്ന് കള്ളനെ കെട്ടിയതുകൊണ്ടാവാം. പിന്നെ ആരെയും കണ്ടില്ല. അന്ന് പേപ്പറിൽ വന്ന ന്യൂസിനും സാർ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾക്കും എനിക്കൊരു ഉത്തരവുള്ളൂ. നാദാമംഗലം പൗരമുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന കൂട്ടയോട്ടത്തിലേക്ക് എല്ലാവരെയും ഞാൻ വിനീതമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൈയടിക്ക് നന്ദി. സ്നേഹമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ കൂട്ടയോട്ടത്തിൽ ഒന്നാമനില്ല, രണ്ടാമനില്ല, ഒടുവിലെത്തുന്നവനില്ല. പങ്കെടുക്കുന്ന എല്ലാവരും വിജയികൾ, എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ. സുഹൃത്തുക്കളെ, കൂട്ടയോട്ടം ആരംഭിക്കാൻ പോവുകയാണ്. ഗെറ്റ് റെഡി. 1 2 3 4 സ്റ്റാർട്ട്. കൈയടിക്കൂ. അതാ ടൈലർ മണി. നാദാമംഗലം പൗരമുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ടൈലർ മണിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കൂട്ടയോട്ട മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൈയടിച്ച് ഈ കൂട്ടയോട്ട മത്സരത്തെ ടൈലർ മണി. നമസ്കാരം സാർ. പൗരമുന്നണിയൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട് സാർ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓണാഘോഷവും കൂട്ടയോട്ടവും ഒക്കെ. അതെ, മണിയോട് 1-2 കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒന്ന് അകത്തോട്ട് കയറാം. ശരി സാർ. സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. എന്താ സാർ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? മണി ഫ്രീ ആണോ? ഈ കൂട്ടയോട്ടം കഴിഞ്ഞാൽ ഒരു 7 മണിയോടെ ഞാൻ ഫ്രീ ആവും. സാർ എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ വന്ന് കണ്ടോളാം. അത് വേണ്ട, മണി എവിടെ ഉണ്ടാവും പറഞ്ഞാൽ മതി, ഞങ്ങൾ വന്ന് കണ്ടോളാം. പഴയ കടയുടെ അല്പം മാറി ഒരു ഷോറൂം. അറിയാം, ഞാൻ അവിടെ പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് മണിയുടെ തുടക്കം. ടൈലറിംഗ് ഷോപ്പായിരുന്നു, പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പാക്കി മാറ്റിയെന്ന് മാത്രം. ഇപ്പൊ ടൈലറിംഗ് ഇല്ലേ? ഉണ്ട് സാർ. ടെക്സ്റ്റൈൽസിന്റെ ബാക്കിലുള്ള കെട്ടിടത്തിലോട്ട് മാറ്റിയിരിക്കുക. അപ്പൊ ശരി, കൂട്ടയോട്ടം നടക്കട്ടെ. രാത്രി 10 മണി. സാർ, ഒരു സമ്മാനദാനം നടത്താൻ സമയം ഉണ്ടാവും. അതൊക്കെ മണിയാൻ കൊടുത്താൽ മതി. ആ ഗണേഷ്. ആ ഓക്കെ.